പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് നമ്മൾ മൈനസ്. സീരിയസ് ആയിട്ട് കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണ് ഞാൻ. പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം. ടോനോ ചേട്ടനെ സമ്മതിച്ചു. ഈ ഒരു കഴിവും കൂടി ഉള്ള കാര്യം എനിക്ക് നല്ല ഗസ്റ്റ് അല്ലായിരുന്നു, നല്ല ആൻസർ അല്ലായിരുന്നു. വിഷ്ണു ചേട്ടൻ ഉണ്ടാക്കിയതാണ്. ചകിതരെന്ന് പറഞ്ഞപ്പോഴേ അറിയാം. വൈസ് ക്യാപ്റ്റൻ ഷാൻഡോമ, ഓൾറൗണ്ടർ ഷെൽവിൻ, ടീം സാമിലുള്ളത് ബേസിൽ ജോസഫ്. നമുക്ക് അതിരടിനെ പറ്റി കുറച്ച് സംസാരിക്കാം അല്ലേ? ഇനി വേറെ സംസാരമില്ല, നീ തുടങ്ങണേ, ഞാൻ തീർക്കാം. കോളേജ് കഴിഞ്ഞിട്ടൊരു ദശാബ്ദം കഴിഞ്ഞിട്ടും ബേസിൽ ഈ സിനിമയിൽ ഒരു കോളേജ് കുമാരനായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു യുവത്വം ഒരു ദശാബ്ദമല്ല, അതിൽ കൂടുതലായിട്ടുണ്ട്. ആനയും ഉറുമ്പും കോളേജിൽ പോയി. കോളേജിലെത്തിയപ്പോ ഉറുമ്പിനെ കാണാനില്ല. എന്തുകൊണ്ട്? അത് കത്തുണ്ടായിരുന്നു. നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പരുന്തിനെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? വെരി സിമ്പിൾ ഗൈസ്. നിയമപരമല്ലാത്ത കാര്യങ്ങൾ റൂളനുസരിച്ച് ബെല്ലടിച്ചിട്ട് പറഞ്ഞു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ബേസിൽ ടൊവിനോ രണ്ടുപേരും ബദ്ധവൈരികളെ പോലെ പോരടിക്കുന്നു എന്നുള്ളതായിരുന്നു അതിരടിയുടെ പ്രൊമോ മെറ്റീരിയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ പിന്നെയും പോരടിക്കാൻ വേണ്ടി അതിരടിയുടെ ഒരു പ്രൊമോഷണൽ ഇന്റർവ്യൂവിന് വേണ്ടി സെറ്റ് ആയിരിക്കുകയാണ്. രണ്ട് ടീമുകളായിട്ട് വളരെ ശക്തരായിട്ടുള്ള അവരുടെ കൂട്ടാളികൾ കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. രണ്ട് ടീമുകൾക്കും അതിരടിയുടെ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂവിലേക്ക് മൂവി വേൾഡിന്റെ ഒരു സ്പെഷ്യൽ സോണിലേക്ക്, ഒരു ഗെയിം സോണിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പൊ നമ്മുടെ ടീം ഞങ്ങളുടെ ടീം റിയൽ ഫൈറ്റേഴ്സ് വെറുതെ അത് അടിച്ചാൽ നമ്മൾ മൈനസ് പോയിന്റ് ഉണ്ടാവും. ഞങ്ങളുടെ ടീം റിയൽ ഫൈറ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. റിയൽ ഫൈറ്റേഴ്സ് റോയൽ വാരിയേഴ്സ്. ടീം ഓക്കെ അല്ലേ? നിങ്ങൾ റോയൽ വാരിയേഴ്സ്, റിയൽ ഫൈറ്റേഴ്സ്. അതിൽ ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സ് നേതൃത്വം. ക്യാപ്റ്റൻ ടൊവിനോ തോമസ്, വൈസ് ക്യാപ്റ്റൻ ഷാൻഡോമ, ഓൾറൗണ്ടർ ഷെൽവിൻ. നമ്മളുടെ റോയൽ ഫൈറ്റേഴ്സ്. നിങ്ങൾക്ക് പേര് മാറ്റണം. ഞാൻ ഇട്ടിരുന്ന പേര് ടീം സാം ആൻഡ് ടീം ശ്രീകുട്ടൻ ആയിരുന്നു. അത് മാറ്റി. നിങ്ങൾക്ക് ഏതാ വേണ്ടേ? ആ പേരിന് എല്ലാവരും ഓക്കെ ആണോ? യെസ്. ആൻഡ് ടീം സാമിലുള്ളത് ബേസിൽ ജോസഫ്. അവിടെ നിന്ന് ഇപ്പോഴേ പുച്ഛം തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ബട്ട് ബിഫോർ വി മൂവ് ഓൺ, നമുക്ക് അതിരടിനെ പറ്റി കുറച്ച് സംസാരിക്കാം അല്ലേ? യെസ്. ഞങ്ങൾക്ക് പ്രശ്നമില്ല. നമുക്ക് മുമ്പ് സാധാരണഗതിയിൽ കായകൽപ്പൊക്കെ ചെയ്യുമ്പോഴാണ് ആളുകൾ വല്ലാതെ യുവത്വത്തിലേക്ക് ചെല്ലുന്നത്. ഇപ്പൊ 10 കോളേജ് കഴിഞ്ഞിട്ടൊരു ദശാബ്ദം കഴിഞ്ഞിട്ടും ടൊവിനോ ബേസിൽ ഈ സിനിമയിൽ ഒരു കോളേജ് കുമാരനായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു യുവത്വം ചേർന്ന് നിന്ന് കാണുന്ന ഒരു കൂട്ടുകാരൻ, സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ഒരു സന്ദർഭത്തിൽ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരു ദശാബ്ദമല്ല, അതിൽ കൂടുതലായിട്ടുണ്ട്. 1.5 ദശാബ്ദം. 1.5 ദശാബ്ദത്തോളം കഴിഞ്ഞിട്ടാണെങ്കിലും അത് കുറെ കാലമുള്ള പോലെ. അതായത് ഇവൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇതിനേക്കാളും പ്രായം തോന്നിച്ചിരുന്നു. ഒന്നുമില്ല.
അത് ഭയങ്കര അഭിനന്ദനാർഹമാണ്. കാര്യം എന്താ വെച്ചാല് ജോക്സ് അപ്പാണ് ഇത്. അത്ര എളുപ്പമുള്ളതല്ല. ഇത് ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളവർക്ക് അറിയാം അത് അത്ര എളുപ്പമല്ല. അതും ഹെൽത്തി രീതിയിൽ ക്രാഷ്ഡ് ആയിട്ടൊന്നും അല്ലാതെ ഹെൽത്തി രീതിയിൽ അത് ചെയ്യുകയും അത് തന്നെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത് ഒരേ സമയം സിനിമയ്ക്കും ഭയങ്കര നല്ലതാണ്. ഇവനും അത് എന്താ പറയാ നിത്യജീവിതത്തിലും അങ്ങനെ കായകൽപ്പം എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. വിഷ്ണുചേട്ടൻ കുറച്ച് സാഹിത്യം ഉൾപ്പെടുത്തുന്ന ഒരാളാണ്. നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻട്രോ ഒക്കെ സാഹിത്യത്തിൽ അതെ കവർന്ന് ഇഴചേർന്ന് നിൽക്കുന്നതാണ്. അതെ അപ്പൊ ബേസിലായിട്ടാ ജെൻസി പിള്ളേരുടെ കൂടെ ഞങ്ങൾ ജെൻസിയുടെ കൂടെ ഞങ്ങളാ ഞാൻ ജെൻസിയാണ് അഭിനയിച്ചപ്പോ ശരിക്കും ജെൻസിയാണ് അഭിനയിച്ചപ്പോ എങ്ങനെ തോന്നി? എന്ത് റൊമാൻറ്റിക് എക്സ്പീരിയൻസ്. പണ്ട് മമ്മൂക്കയൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ അത് ചോദ്യമല്ലല്ലോ, മാത്രമേ പറ്റൂ. ചോദ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അത് കളി തുടങ്ങട്ടെ എന്നിട്ട് അത് പണ്ട് മമ്മൂക്കയൊക്കെ ഉള്ള കാലത്ത് പറയായിരുന്നു റഹ്മാനൊക്കെ വളർന്നു വരുന്നു, ഞാൻ ഈ വർക്കൗട്ട് ഒക്കെ ചെയ്താലേ എനിക്ക് ആളുടെ കൂടെ കോമ്പറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പൊ ബേസിൽ വളർന്നു വരുന്നു. മമ്മൂക്ക ഉള്ള കാലത്ത് അപ്പൊ മമ്മൂക്ക ഇപ്പൊ നല്ല ആക്റ്റീവായിട്ട് അതെ ശരി. അപ്പൊ അതുപോലെ ജെൻസി കുട്ടികൾ വളർന്നു വരുന്നു. അപ്പുറത്ത് ബേസ് ജോസഫ് അവരുടെ കൂടെ കട്ടയ്ക്ക് പിടിക്കുന്നു. അതിന്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്താ? അങ്ങനെ ഇൻഗ്രീഡിയന്റ് ഒന്നുമില്ല. ഞാൻ അങ്ങനെ വളർന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് പറയാൻ എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ്. വേണ്ട 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 വേണ്ട. ഇല്ല ഞാൻ പറയട്ടെ, ഇത് തുടങ്ങിയപ്പോ തൊട്ട് ബേസിലയുടെ ഭയങ്കര മൂഡ് ഔട്ട് ആണെന്ന് ബർത്ത്ഡേ ആയതുകൊണ്ടാണോ? പറഞ്ഞു മൂഡ് ഔട്ട് പ്രൊഡ്യൂസറാണ്. സമയം 7 മണിയായി രാത്രി. രാവിലെ തൊട്ട് ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. 7 മണിക്ക് മൂഡ് ഔട്ടോ? വിഷമല്ല. അതുകൊണ്ട് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗെയിമിലേക്ക് കടക്കാം. ഫസ്റ്റ് സെറ്റ് ഈസ് ഫുൾ ഓഫ് കുസൃതി ചോദ്യങ്ങൾ. അപ്പോ കുസൃതി ചോദ്യം കേട്ടിട്ട് ഉത്തരം അറിയുന്നവർ ആദ്യം നമ്മുടെ ബസറിൽ അടിക്കുക അല്ലെങ്കിൽ ബെല്ലടിക്കുക. ബെല്ലടിച്ചതിന് ശേഷം ഉത്തരം പറയാ. ബെല്ലടിച്ചതിന് അടിക്കാതെ പറയുന്ന ഉത്തരങ്ങളെല്ലാം അസാധുവായിരിക്കും. ഓക്കെ, ആരും ഉത്തരം കയറി പറയരുത്. ഓക്കെ ഓക്കെ തുടങ്ങാം. ബെല്ലടിക്കുന്നതിന് മുമ്പ് പറയരുത്. മറ്റുള്ളവര് ബെല്ലടിക്കാതെ ഉത്തരം പറഞ്ഞാൽ അത് ശരി ഉത്തരമാണെങ്കിൽ പോലും അപ്പൊ തന്നെ ഞാൻ ബെല്ലടിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ പോയിന്റ് എനിക്ക് കിട്ടും. ഓഡിയൻസ് ഉണ്ട്, അവരാരും പറഞ്ഞു തരില്ല. ഓക്കെ ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെ. സീരിയസ് ആണ് ഇത്. മൈനസ് പോയിന്റ് ആണ്. പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. ഓക്കെ, കാരണം ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് നമ്മൾ മൈനസ് മൈനസ് പോയിന്റ് ഉണ്ടാവും. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. സീരിയസ് ക്വസ്റ്റ്യൻസ് ആണ്, കുസൃതി ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ സീരിയസ് ആയിട്ട് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് ഞാൻ. ഓക്കെ, നന്നായിട്ട് ചിന്തിച്ച് ഉത്തരം പറയണം. ഓക്കെ, ഹിന്ദി പറയുന്ന നാട്ടിൽ എന്തിനു വേണ്ടിയാണ് ആളുകൾ ഭയചകിതരായി ക്യൂ നിൽക്കുന്നത്? ഹിന്ദി പറയുന്ന നാട്ടിൽ എന്തിനു വേണ്ടിയാണ് ആളുകൾ ഭയചകിതരായി ക്യൂ നിൽക്കുന്നത്? ഭയത്തോടു കൂടി ക്യൂ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ എടുത്ത് മാറ്റി ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ എന്തിനു വേണ്ടിയാണ് ആളുകൾ ഭയചകിതരായി ക്യൂ നിൽക്കുന്നത്? ഹിന്ദി വരി വരിയായിട്ട് എന്തെങ്കിലും കാര്യമൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കും. കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. ഹിന്ദി പറയുന്ന നാട്ടിൽ എന്തിനു വേണ്ടിയാണ് ആളുകൾ ഭയത്തോടെ ക്യൂ നിൽക്കുന്നത്? ഹിന്ദി പറയുന്ന നാട്ടിൽ ആളുകൾ കാര്യത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. ഹിന്ദി നാട്ടിൽ എന്തിനായിരിക്കും ക്യൂ നിൽക്കുന്ന കൂടുതൽ ആൾക്കാർ? ചേട്ടൻ ഉത്തരം പറയുന്നതായിരിക്കും നല്ലത്. ഓടിക്കാൻ ചാൻസ് പാനിക്
പാനിക്. റൂൾ അനുസരിച്ച് ബെല്ലടിച്ചിട്ട് പറഞ്ഞു. ഓക്കെ, രണ്ടുപേരും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? Set ആയി. താങ്ക് യു ബാക്കിൽ നല്ല ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? നല്ല ആൻസർ അല്ലായിരുന്നോ? വിഷ്ണു ചേട്ടൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഈ ഭയ ചകിതർ എന്ന് പറഞ്ഞപ്പോഴേ അറിയാം നീ ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള ചോദ്യം. ആനയും ഉറുമ്പും കോളേജിൽ പോയി. കോളേജിലെത്തിയപ്പോ ഉറുമ്പിനെ കാണാനില്ല, എന്തുകൊണ്ട്? ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയ വളരെ ക്ലാസിക് ആയ ചോദ്യം. കോളേജിലെത്തിയപ്പോ അല്ലേ? കോളേജിലെത്തിയപ്പോ ഉറുമ്പിനെ കാണാനില്ല, എന്തുകൊണ്ട്? ബുദ്ധിപരമായി ചിന്തിക്കും. ബുദ്ധിപരമായി ചിന്തിക്കും, പെട്ടെന്ന് ചിന്തിക്കൂ. ആ പല ഉറുമ്പിനെ തരത്തിലുള്ള കാണാനില്ലാത്തത്. ഉറുമ്പുകളുണ്ട് ഭൂമിയിൽ. ഏത് തരത്തിലുള്ള ഉറുമ്പായിരിക്കാമെന്ന് ആലോചിക്കും. ഇത്രയും നല്ല ശ്രീകുട്ടൻ. അത് കട്ടുറുമ്പായിരുന്നു. ഓക്കേ, ശ്രീകുട്ടൻ ഒരു point. ശ്രീകുട്ടൻ നേടിയിരിക്കുകയാണ്. ഇത് നിങ്ങൾ പറയും, ഉറപ്പാണ്. ഓക്കെ, നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പരുന്തിനെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? വെരി സിമ്പിൾ ഗൈസ്. നിയമപരമല്ലാത്ത കാര്യങ്ങൾ Illegal. പറയട്ടെ, വളരെ എളുപ്പം. ക്ലൂ ആണല്ലേ? പാനിക്ക് കൊടുക്കാം. കുഞ്ഞമ്മയെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? വെരി സിമ്പിൾ. വെരി സിമ്പിൾ. കുഞ്ഞമ്മ. കുഞ്ഞമ്മയെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? വെരി ഈസി. അല്ല, അത് കുഞ്ഞമ്മയെ ഉത്തരം പാസ് ചെയ്യാട്ടോ. മിനിമം ഇതെന്തായാലും ബേസിലായിട്ടും പറയാൻ എനിക്ക് ഉറപ്പാ. പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല. പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല. പറയുമ്പോൾ നിറമുണ്ട്. പൊന്മാൻ. പൊന്നൊന്ന് ശരിക്കും പൊന്നിന്റെ കളർ അല്ലല്ലോ. പറയുമ്പോൾ നിറമുണ്ട്, ആ വേർഡിന് നിറമുണ്ട്, പക്ഷെ കാണുമ്പോ പറയുമ്പോ എപ്പോഴും ഒരു നിറം അസോസിയേറ്റ് ചെയ്തിട്ട് പറയാം, പക്ഷെ അത് ആക്ച്വലി കളറില്ലാത്തൊരവസ്ഥ. അതെന്താ? പച്ചവെള്ളം. നിങ്ങൾ ആരും പറഞ്ഞു കൊടുക്കണ്ട. അടുത്തത് ടഫാണ്. ഏറ്റവും അധികം നുണ പറയുന്ന പക്ഷി. ഇത്തിരി ടഫാണത്. പക്ഷി ഇത്തിരി ടഫാണ്. പക്ഷികളുടെ സൗണ്ടിനെ പറ്റി ആലോചിക്കുക, പലതരം പക്ഷികളെ പറ്റി ആലോചിക്കുക. വളരെ ചളി ഉള്ളൊരു ചോദ്യമാണ്, ഭയങ്കര ക്രിഞ്ച് ചോദ്യമാണ്. പക്ഷി, പലതരം പക്ഷികളുടെ സൗണ്ടുകളെ പറ്റി ആലോചിക്കുക. എന്താ ചോദ്യം? ഏറ്റവും അധികം നുണ പറയുന്ന പക്ഷി. മയിൽ എങ്ങനെ കള്ളം പറയുന്നേ? പക്ഷികളുടെ ശബ്ദങ്ങളെ പറ്റി ആലോചിക്കുക. ക്ലൂ തരാം, നമ്മുടെ ഈ പക്ഷിയെ കഴിക്കും. കോഴി ഒന്നും പറയരുത്. അതിന് കാരണം പറയണോട്ടെ, എന്തുകൊണ്ടാ പക്ഷി കാരണം പറയണേ. ഞാൻ ക്ലൂ പറഞ്ഞു തരാം. ഈ പക്ഷിയെ നമ്മൾ കഴിക്കും. ഇടയ്ക്കൊക്കെ നമ്മള് സീസണിലേ കഴിക്കും, അല്ല എല്ലാ ദിവസവും ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് അപ്പം നിന്നാ മതി. ഓക്കെ, ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ആരും മിണ്ടലേപ്പെട്ട് ഓരോ റീസൺ കൂടി പറഞ്ഞാലേ നമ്മള് എന്തിനു പറയാ മാർക്ക് തരുള്ളൂ. ഫ്രണ്ടിലോട്ടാവുക. ടെക്നിക്കലി ഉത്തരം പറഞ്ഞത് ഈ ടീമാണ്.
ഉത്തരമാണ് ചോദിച്ചത്. അതെ അതെ കാരണം കണ്ടക്ടിങ്ങില് അവര് പറഞ്ഞാണ് ശരി. നീ പോടാ ഇല്ലീഗള്. നിങ്ങൾക്ക് പറ്റിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് എളുപ്പമാണ്. ശബ്ദമുണ്ടെങ്കിൽ പൊട്ടുന്ന ലെൻസ്. ശബ്ദം ഉണ്ടാക്കിയ പൊട്ടുന്ന ലെൻസ്. സൗണ്ട് ഉണ്ടാക്കിയ പൊട്ടും. ലെൻസ് ലെൻസ് ലെൻസ്. വേർഡ് ഓർക്കൂ ഗൈസ്. സൈലൻസ്. ഇത് കള്ളക്കളിയാണ്. ഹലോ, നിങ്ങളിത് എഴുതിയില്ലേ? എന്റെ ബുക്ക് റെഫർ ചെയ്തിട്ട് ചേട്ടാ ഇനിയും വരാനുണ്ട്. നമ്മൾ കൊണ്ടുപോയി. എത്രയും സ്കോർ എന്താ ഇപ്പൊ? 5-1 5-1. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അടുപ്പമുള്ള ഒരു സ്ഥലമാണിത്. അതാണ് ഇതിന്റെ ക്ലൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അടുപ്പമുള്ള ഒരു സ്ഥലമാണിത്. ഓക്കെ. പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം. പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം. രണ്ടും കറക്റ്റ്. സ്ഥാപനമല്ല. നമ്മുടെ ഷോക്കിരുന്നില്ലേ ഞങ്ങൾ ഈ ഉത്തരം തിയേറ്ററിന് കൊടുക്കണം. പക്ഷെ ടോനോസേട്ടനെ സമ്മതിച്ചു. ഈ ഒരു കഴിവും കൂടി ഉള്ള കാര്യം എനിക്ക് ഇപ്പോഴും അടുത്ത ചോദ്യം. അടുത്ത റിയ, എന്ത് പറ്റി റിയ? ഇവരുടെ ഒരു ബ്രെയിൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഓക്കെ, കുഴപ്പമില്ല. ഇനി ഒരു കുസൃതി ചോദ്യമാണ്. ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാൻ ഒരു പുഴ കടക്കണം. മൈദ പൊടിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അവിടെ തോണിയില്ല. മുത്തശ്ശി എങ്ങനെ അപ്പുറം കിടക്കും? ഒരു സെക്കൻഡ്, മൈദ പൊടിക്കണോ? എന്തുവാ ടോനോ ചേട്ടാ, അത് കറക്റ്റാ. എന്തിനാ പറഞ്ഞേ? അപ്പൊ ഉത്തരം പറയാതിരിക്കുന്നു. മോഹൻലാൽ വരുമ്പോഴത്തെ കഞ്ചാവ് ലോറി. ഈ റൗണ്ടിലെ അവസാന ചോദ്യമാണ്. എന്നാലും ഏകപക്ഷീയമായിട്ട് ശ്രീകുട്ടന്റെ ടീം വിജയിച്ചെനിക്ക് അത് ടീമിന്റെ രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന വാക്ക്. ഇത് വിഷ്ണു ചേട്ടൻ കണ്ടുപിടിച്ച രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന വാക്ക്. മലയാളം വാക്ക്. വാക്കാവാം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന വാക്ക്. 3 അക്ഷരമുള്ള വാക്ക്. രം പറ്റില്ല, രും പറ്റില്ല, റോ പറ്റില്ല. പ്രത്യേക സഹായമൊന്നും പറ്റില്ല കേട്ടോ. രായില് തന്നെ അവസാനിക്കണം, രായില് തന്നെ തുടങ്ങണം. ഇത് കുസൃതിയല്ല, അത് ലോജിക് ഉണ്ട് ഇതിനകത്ത്. ചെറിയൊരു രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന 2:30. വേണ്ടിയിട്ടുള്ള ശ്രീകുട്ടന്റെ ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് മൂവി നൽകുകയാണ്. ചട്ടുള്ളിൽ ഇപ്പോഴും ഒരു കുട്ടി ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അദ്ദേഹത്തിന് വേണ്ടി കളിക്കാൻ ഒരുപാട് കളിപ്പാട്ടങ്ങൾ. ഇതൊക്കെ എന്റെ വീട്ടിൽ ചെലവാകും. ബാറ്റ് ഉണ്ട്, ബോൾ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. വാട്ട ഗിഫ്റ്റ് ഒന്നും വേണ്ട. കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അല്ല, അതിന് മുമ്പ് ഇവർക്ക് പണിഷ്മെന്റ് കൊടുക്കണ്ടേ? അതൊരു സർപ്രൈസ്. അതാണ് ഇതിന്റെ ഹൈ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുറച്ച് സാധനങ്ങൾ അതിന്റെ ഞങ്ങൾ സാധനങ്ങൾ നിങ്ങൾക്ക് തരും. അത് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം. എക്സ്പ്രഷൻ വരാതെ എക്സ്പ്രഷൻ ഇല്ലാതെ നിങ്ങൾ അത് കഴിക്കണം. സിമ്പിൾ ടാസ്ക് ആണ്. സിമ്പിൾ ടാസ്ക് ആണ്. ഞാൻ ഡയറ്റ് ആണ്, സോറി.
അത് കുഴപ്പമില്ല. അല്ല, ഡയറ്റ് വർക്കാവുന്നതാണ്. കുഴപ്പമില്ല. എന്തുകൊണ്ട് എക്സ്പ്രഷൻ വരും? അത് നമ്മുടെ സിനിമ കണ്ടാ മനസ്സിലാവും. ചുമ്മാ കടിച്ച എല്ലാരും കഴിക്കണ്ടേ? എല്ലാവർക്കും അവര് കഴിക്കാം. മൂന്നുപേരും കഴിക്കണം. എന്തെങ്കിലും അലർജീസ് ഉള്ളവർക്ക് കഴിക്കാതിരിക്കാം. അപ്പൊ ഒരു അലർജി ഉണ്ടെന്ന് പറയുന്നത് ചേട്ടാ ഭയങ്കര അലർജി, ലെമൺ അലർജി എനിക്ക് കണ്ടാ തന്നെ. വിഷ്ണു ചേട്ടാ ഒന്ന് അത് എക്സ്പ്രഷൻ വരുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ പേടിക്കണ്ട. തുടങ്ങാം. Yes. എന്നെ പിഴിഞ്ഞ ഒറ്റയ്ക്ക് അത് കഴിയണം. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ആ തൊണ്ടുള്ള പീസ് അല്ലാണ്ട് ഈ പീസ് എടുത്തോ. See, അപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന കണ്ടോ അപ്പുറത്തെ ടീം ആണെങ്കിലും ടോണി ചേട്ടൻ മനസ്സിൽ ഞാനിത് ഏറ്റെടുക്കുന്നു. എല്ലാവർക്കും വിഷ്ണു ചേട്ടൻ വിഷ്ണു ചേട്ടൻ അത് ഏറ്റെടുക്കണം. യെസ്, ആ മുഖത്ത് എക്സ്പ്രഷൻ വരുന്നുണ്ടോ നോക്കൂ. ചവച്ചാൽ എക്സ്പ്രഷൻ വരും. തോറ്റപ്പോഴാണ് ടാസ്ക് കൊടുത്തത്. ഇല്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ നീ തുപ്പിക്കോ. തൊട്ടിട്ടില്ലത് മുക്ക തുപ്പിക്കോ. കേരളം നിൽക്കണത്. വിഷു എടുത്തോ. ഇനി റിയ ഷിബു, ടോവിനോ ബേസിൽ യൂണിവേഴ്സിലേക്ക് വന്നപ്പോ എന്തായിരുന്നു ഫീലിങ്സ്? ഫീലിങ്സ് എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി എനിക്ക് മോസ്റ്റ്ലി ബേസ്ലൈറ്റിനോടാണ് കോംബോ. ആൻഡ് എനിക്ക് ഒരു ദിവസമേ ഉള്ളൂ. കറക്റ്റ്, മിസ്സായി പോയി. പിന്നെ എല്ലാരും ഉള്ളത് ഒരേ ഒരു ദിവസം ഉണ്ടായിരുന്നു. അത് പിന്നെ ലൈക്ക് ഷോട്ട് എടുക്കുന്ന സമയത്ത് ലൈക്ക് റാലി. സോ റാലി ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു ക്യാമറ ഫിക്സ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കും. പിന്നെ ഇവര് തമ്മിലുള്ള BTS അടി കണ്ടുകൊണ്ടിരിക്കും ഓൾറെഡി. ഇറ്റ്സ് ലൈക്ക് അത് ഭയങ്കര ഫണ്ണാ. ആൻഡ് അതർവൈസ് ലൈക്ക് ഇവരുടെ യൂണിവേഴ്സ് സ്റ്റിൽ ഐ എം യെറ്റ് ടു സീ ഓൺ സ്ക്രീൻ. ലൈക്ക് അങ്ങനെ ഇൻവോൾവ് ആയിട്ടില്ല ദെയർ യൂണിവേഴ്സ്. മോസ്റ്റ്ലി ലൈക്ക് ബേസിലായിട്ടിനോട് കുറെ ചൊറിയും ഈ യൂണിവേഴ്സിൽ ബേസിൽ യൂണിവേഴ്സിലേക്ക് ബേസിൽ യൂണിവേഴ്സ്. എങ്ങനെയുണ്ട് ഡെലിയിലു ആഫ്റ്റർ ലൈഫ്? ആഫ്റ്റർ ലൈഫ് ഓഫ് ഡെലിയിലു ഒരു ലൂ കൂടി പോയി. ഞാൻ ലുലു മോളിൽ പോവാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. എങ്ങനെയുണ്ട്? ഡെലുലു ആഫ്റ്റർ ലൈഫ്. യെസ്. ആഫ്റ്റർ ഡെലുലു ലൈഫ്. ഓ അത് ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഞാനിപ്പോ ഒരു കാര്യം കുട്ടിക്കാലം പറഞ്ഞു തുടങ്ങിയ ഞാൻ ഭയങ്കര ജെന്യുവൻ ആയിട്ട് ഇങ്ങനെ കിട്ടിയ അപ്രീസിയേഷൻ ആയിട്ട് പറയുമ്പോ ഇവരിങ്ങനെ ചുമ്മാ എന്നിട്ട് എന്റെ വീട്ടിലൊരു കുട്ടികളാ അവരത് പറഞ്ഞു. നൈസ്, ഗുഡ് വൺ ഡോനേട്ടാ, ഗുഡ് വൺ. പ്രതികാരത്തിന്റെ ഞാൻ ജന്തി രീതിയിൽ തിരിച്ച് പ്രതികരിക്കുന്നു. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാളുണ്ട്. ഷാൻ ചേട്ടാ, ഷാൻ ചേട്ടൻ രക്ഷപ്പെട്ടിരിക്കുകയായിരുന്നു. ഷാൻ ചേട്ടനായിട്ട് ഞാൻ സംസാരിക്കാനുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പോസ്റ്റർ ഇറങ്ങി. ഇപ്പൊ നല്ല നല്ല പേരുകള്, സാം, ശ്രീകുട്ടൻ. അല്ല, പേരില്ലെന്നല്ല, ഷാനിക്ക് ആസ് എന്ന് പറഞ്ഞിട്ട് സ്ലാഷ് ആഷ് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അതെന്താണ് സംഭവം? ഷാൻ ചേട്ടനും വിനീതേട്ടനും മാത്രം നിങ്ങൾ മാറ്റിയിരുത്തിയത് എന്തുകൊണ്ടാണ്? നല്ല പേര് കൊടുക്കാത്തത്. സിനിമയിലെ സർപ്രൈസ് ഇവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് അത്. പേരാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാണുമ്പോ മനസ്സിലാവും. പക്ഷെ ഒരൊറ്റ പോസ്റ്ററിൽ ഷാനിക്കില്ല. എന്താണ് ഷാനിക്ക? കുഴപ്പമില്ല, ഞാൻ അതൊക്കെ ക്ഷമിച്ചു. പ്രൊഡ്യൂസർ അവൻ അങ്ങനെ ഒരു പ്രശ്നം കാണടാ പ്രായത്തിന്റെ പക്വത. മനസ്സിലായില്ലേ? മാത്രല്ല, ഈ പടത്തിന് ഔട്ട് അറിഞ്ഞ കുറെ ആളുകളൊക്കെ പറയുന്നത് ഷാൻ ചേട്ടൻ പടം കൊണ്ടുപോകും, ഷാൻ ചേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പറഞ്ഞ് അമിതഭാരം കൊടുക്കരുത്. ഇതാണോ എന്ന് ചോദിക്കാൻ തോന്നിപ്പിക്കരുത് ആൾക്കാർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത്രയും ഫുൾ പവറിൽ നിൽക്കുന്നോണ്ട് നമുക്ക് രണ്ടുപേരെ കൂടി ചോദ്യങ്ങൾ ബാക്കി. ഷെൽവിൻ, ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ ഒരു മെയിൻ പാർട്ടിലേക്ക് വരുന്നു. ആ ഒരു മെയിൻ ക്യാരക്ടർ എനർജി ഉണ്ടല്ലോ, അതെങ്ങനെ ഫീൽ ചെയ്തു? നല്ല മെയിൻ ക്യാരക്ടർ എനർജി ഇവിടെ ഞാനിപ്പോ ഇവിടെ ആണെങ്കിലും സിനിമയിൽ ഞാൻ അവിടെയാണ് ടീം ഇമ്പോസ്റ്റർ ആയിട്ട് കാണരുത്. ഞങ്ങളുടെ ദുരന്തമാണ്. അല്ല, സിനിമയിൽ പരശു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പരശു, പ്രശാന്ത് എന്നാണ് പേര്. ബേസിലേട്ടന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്.
നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതെ, നമ്മുടെ ബാക്കിലത്തെ പോസ്റ്ററിലുണ്ട് ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്. എന്ത് ഇല്ല, അതാണ് പരിപാടി. പരസ്യമുണ്ട് പോസ്റ്ററിൽ. ദേ ഉണ്ട്. അപ്പോഴും ഷാജേട്ടനില്ല. കണ്ണീര് മറക്കാനാണോ സർപ്രൈസ് ആണ്. വിഷ്ണുമൂർത്തി വളരെ സീരിയസ് ആയ, നമ്മൾ തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, IFFK ഫീച്ചർ ചെയ്യുന്ന സിനിമയുടെ ഭാഗമാവുന്ന ഒരാളാണ്. അതിനുശേഷം ഇപ്പൊ ആ ഒരു ബുജിൽ എന്നെ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്തിട്ട് ജനകീയമായ ആള് കയറുന്ന ഭയങ്കര രസമുള്ള എന്റർടൈൻമെന്റ് സിനിമകളുടെ അങ്ങനെ എന്റർടൈൻമെന്റ് സോണിന്റെ ഭാഗമാവുന്നു. അതിനെ പറ്റി എന്താ പറയാ? അവിടെ RDX റൈഫിൾ ക്ലബ് ഒക്കെ കൊമേഴ്ഷ്യൽ പക്ഷെ തമാശയും കൂടെയുള്ള എല്ലാം ഉണ്ട്. തമാശയും കൂടെയുള്ള ഒരു അല്ല, ഈ പടത്തിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചതെന്ന് വെച്ചാൽ അപ്പൊ ഈ കോളേജിൽ ഒരു കൊലപാതകം നടക്കും, അത് നീ ആയിരിക്കും. ഇതൊരു മർഡർ മിസ്റ്ററിയാണ്, അല്ലെങ്കിൽ ടൊവിനോന്റെ ഗാങ്ങിലുള്ള ഞാൻ ഇതില് പിന്നെ ബേസിൽ ചെയ്യുന്ന സാങ്കുട്ടൻ എന്നുള്ള ക്യാരക്ടറിന്റെ ബ്രദറാണ്, എൽഡർ ബ്രദർ ആയിട്ടാണ് എല്ലാം ബേസിലായിട്ടുള്ള ടീമാണോ? ഒരു 4-5 പേരുണ്ട്. സർപ്രൈസ് ആണോ? ഇവിടെ വന്നില്ല, അതുകൊണ്ട് അവര് അടുത്ത പടം ഇറങ്ങി കഴിയുമ്പോ പിന്നെ അവരായിരിക്കും എല്ലായിടത്തും. ഞാനല്ലടാ ഹീറോ. ഞാനല്ലേ പ്രൊഡ്യൂസർ. സാർ, ഞങ്ങളുടെ കയ്യിലൊരു പുതിയ കഥയുണ്ട്. സാറ് ചെയ്ത സൂപ്പർ ആയിരിക്കും. കോമഡി പടോ? ചേട്ടൻ ചെയ്ത അത് കോമഡി ആയിക്കോളും. ചേട്ടൻ നോർമലായിട്ട് ചെയ്താണ്. ചേട്ടൻ വന്നുണ്ടോ? ഇത്ര തമാശകളാണ് ഞങ്ങൾ ഷൂട്ടൊക്കെ ഇട്ട വയറ് കാണാതിരിക്കുന്ന ഒരേ ഒരു നടൻ സാറും. കടുത്ത ചൂടിനെ വെല്ലാൻ വേണ്ടി മൂവി വേൾഡിന്റെ സ്വന്തം ബ്രാൻഡിംഗ് ഉള്ള നല്ല ഇനം കരിക്കുകളാണ് ഞങ്ങൾ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഞങ്ങൾക്കില്ലേ മൂവി വേൾഡിന്റെ ബ്രാൻഡിംഗ് ഉള്ള പാട് 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 ചിരി കൊണ്ട് നിറച്ച് ഉറച്ച് മനസ്സിൽ ഉറച്ചൊരു ഗനയടിയാനൊരാഗം. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.